ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്ന ഒരു കാര്യം, ഒരു സംഭാഷണത്തിനിടെ ഒരു വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്നോണം ഞാൻ വിചാരിച്ചു അതൊരു എപ്പിസോഡാക്കാമെന്ന്. പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണത ചിലപ്പോൾ ഉണ്ടായി എന്ന് വരികയില്ല, എങ്കിൽ പോലും എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഒരു നല്ല സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും? വളരെ കൗതുകപൂർണമായ ഒരു ചോദ്യമായിരുന്നു എനിക്ക് ആ ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം, പക്ഷെ ഒരു നല്ല ഫ്രണ്ടിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഇത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് എൻ്റെ പഴയകാല വഴികളിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്ത് ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ, അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്: എനിക്ക് ബൈബിളിൽ കാണുന്ന ആ ഒരു സമരിയക്കാരൻ എന്നെ ഒരുപാട് മനസ്സ് ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി, ആ സമാരിറ്റൻ എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ സമരിയക്കാരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി, അതാണ് ഒരു ഫ്രണ്ടിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു സമരിയക്കാരൻ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നി എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്, സമരിയക്കാരന് മുമ്പ് ഒരു പുരോഹിതനും ഒരു ലേവ്യക്കാരനും ആ വഴിയിലൂടെ നടന്നു പോവുകയും അവരാരും ആ വഴിയിൽ കിടന്ന ആ വ്യക്തിയെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. സമരിയക്കാരൻ്റെ മനസ്സലിയുകയും അനുകമ്പ തോന്നുകയും ഉടൻ തന്നെ അയാൾ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ വേഗം പോയി, ആ അന്യനായ വ്യക്തിയാണെങ്കിൽ പോലും പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആ വ്യക്തിയെ സഹായിക്കാൻ ഓടിപ്പോയ ആ ഒരു സമരിയക്കാരൻ്റെ ആ ഒരു ചിത്രം, അതെന്നെ ഒരുപാട് എന്നെ മനസ്സിൽ ആകർഷിച്ച ഒരു ചിത്രമാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഈവൻ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻസിലാണ് നമ്മൾ ഓരോ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഒരു നല്ല ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ആ സമരിയക്കാരൻ്റെ ആ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ കാര്യം. അത് മാത്രമല്ല, ആ ഒരു വ്യക്തിയെ വഴിയിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ തന്നെ കൊണ്ടാവുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ഉപേക്ഷിച്ച് പോവുകയല്ല, വളരെ സുരക്ഷിതമായി ആ വ്യക്തിയെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ച്, മാത്രമല്ല ആ വ്യക്തിക്ക് വേണ്ട സകല സുരക്ഷിതത്വവും അതുപോലെ പണവും എല്ലാം നൽകി ആ വ്യക്തിയെ സഹായിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നടക്കുന്ന സമയത്ത് ആ ബോധരഹിതനായി കിടക്കുന്ന ആ വ്യക്തി ഇതൊന്നും അറിയുന്നില്ല. എങ്കിൽ പോലും ഈ സമരിയക്കാരൻ ആ വ്യക്തിയെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്കത, അത് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഇതിനേക്കാളേറെ എന്നെ ആകർഷിച്ച മറ്റൊരു ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ, ഈ സമരിയക്കാരന് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. എന്നാൽ അയാൾ തിരിച്ചു വരികയാണ് ഈ വ്യക്തിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, സൗഖ്യമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നും ആ വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഡെഡിക്കേഷനിൽ, യാതൊരു രക്തബന്ധവും ഇല്ലാത്ത, യാതൊരു പരിചയവുമില്ലാത്ത ഒരു വ്യക്തിയെ സഹായിക്കാൻ കാണിക്കുന്ന ആ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാൻ ഏറ്റവും നല്ല ഒരു ഫ്രണ്ടിൻ്റെ രൂപമായിട്ട് ഞാൻ കാണുന്നത്. ഇനി കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, സമരിയക്കാരൻ്റെ ഈ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ഒരു നല്ല ഫ്രണ്ടാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനേക്കാളേറെ വളരെ ട്രസ്റ്റ് വർത്തിയും കൂടിയാണ്. നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും അത്തരം വ്യക്തികളെ, ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരെയാണ് ആ സമയത്ത് ആദ്യം ഓർമ്മ വരിക? അതായിരിക്കും ഏറ്റവും നല്ല ഒരു സുഹൃത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരികയാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണ്,
അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ആരുടെ അടുത്തേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ആദ്യം ഫോൺ എടുത്ത് നമ്മൾ ഡയൽ ചെയ്യുന്നത്? അതായിരിക്കും ഒരു നല്ല സുഹൃത്ത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ഒരു നല്ല ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ ക്വാളിറ്റീസ് വെച്ചിട്ടൊക്കെ നമ്മൾ നോക്കിയാലും ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറും എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് നോക്കേണ്ടത്. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, ആ സിറ്റുവേഷനിൽ നമ്മൾ ആരുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ട്രൂ നേച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ്, നമ്മളെല്ലാം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ ആരെയാണ് ആദ്യം ഓർക്കുന്നത്? ഒരു പക്ഷേ ആ വ്യക്തിയാണ് ഏറ്റവും നല്ല ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ 2 ക്വാളിറ്റീസിനേക്കാളേറെ മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഫ്രണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി നമ്മളെ തന്നെ നെഗോഷിയേറ്റും കോംപ്രമൈസ് ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഒരിക്കലും നമ്മളുടെ ഏത് റിലേഷൻഷിപ്പ് ആയാൽ പോലും, ഫാമിലി റിലേഷൻഷിപ്പ് ആയാൽ പോലും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയാൽ പോലും, എന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ ആ വ്യക്തിയുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ എന്നെ മാറ്റിയെടുക്കുക എന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ട്രൂത്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി റിലേഷൻഷിപ്പ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വെള്ളത്തിന് ഏത് ഷേപ്പ് എടുക്കാം. അപ്പോൾ ആ വെള്ളം ഒരു കണ്ടെയ്നറിൽ ഒഴിക്കുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ വെള്ളം ആ ഗ്ലാസിൻ്റെ ഷേപ്പ് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന റിലേഷൻഷിപ്പ്, നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ അത്തരം റിലേഷൻഷിപ്സ് ആർ ഓൾവേസ് റോങ്. നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഏതൊരു സുഹൃത്തിന് വേണ്ടിയും ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡീഫോം ചെയ്യുമായിരിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ ആരാണ്, എൻ്റെ കുറവുകൾ എന്താണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കി എന്നിലേക്ക് വരുന്ന ഒരു സുഹൃത്തായിരിക്കും ഏറ്റവും യഥാർത്ഥ ഒരു സുഹൃത്ത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു മൂന്നാമത്തെ ഒരു കാര്യം. കാരണം നമ്മൾ ആ വ്യക്തിയെ ആകർഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ഫ്രണ്ട് ആകാൻ വേണ്ടി, ഞാൻ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ എന്നെ ഫോം ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ അംഗീകരിക്കാനും എൻ്റെ സ്വഭാവത്തെ അതേപോലെ അംഗീകരിക്കാനും. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ 2 പേർക്കും 2 തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം. പക്ഷെ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഏതൊരു റിലേഷൻഷിപ്പും അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ സുഖിപ്പിക്കാനും ആ വ്യക്തിയെ എൻ്റെ ഫ്രണ്ടായി കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാണ്. കുറച്ചു കാലമൊക്കെ നമുക്ക് അങ്ങനെ തള്ളി നീക്കാം, പക്ഷെ അധിക കാലമൊന്നും അത്തരം റിലേഷൻഷിപ്പിന് പോവാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ ജീവിത പാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ആൻഡ് ട്രസ്റ്റ് വർത്തി ആൻഡ് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. നമ്മളെല്ലാം തുറന്നു പറയാൻ ഒരു ട്രാൻസ്പാരൻ്റ്, ഒരു വെള്ളം പോലെ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഓപ്പൺ ടു കോൺവെർസേഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് എന്നതാണ് എൻ്റെ നാലാമത്തെ ഒരു പോയിന്റ്. ഇനി ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാനിത് ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ, ഏതെങ്കിലും ഒരു പിണക്കമുണ്ടായാൽ, നമ്മൾ ഇട്ടേച്ചു പോയാലും നമ്മളെ തേടി വരുന്ന ആ ഒരു സുഹൃത്തായിരിക്കും ഏറ്റവും നല്ല സുഹൃത്ത്. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും, എത്ര ദൂരം ഇരുന്നാലും, നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ ഹോൾഡ് ഓൺ ചെയ്യുന്ന റിലേഷൻഷിപ്സ്, കണ്ണടച്ച് അത്തരം റിലേഷൻഷിപ്സിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ
ഒരു നല്ല ഒരു സുഹൃത്തിന് വേണ്ട ചില ക്വാളിറ്റീസ് എന്ന് എനിക്ക് തോന്നി. ഞാനൊരു സക്സസ്ഫുൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ എനിക്ക് പറയത്തക്ക ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉള്ളൊരു വ്യക്തിയുമല്ല. അതുകൊണ്ട് എനിക്ക് ചൂസിയായിട്ട് അങ്ങനെ ഇന്ന ഫ്രണ്ട് എന്നൊന്നും പറയാനില്ല. ഏത് സിറ്റുവേഷനിൽ ഒരു ഫ്രണ്ട് എങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരമാകുമെങ്കിൽ അത് ഏറ്റവും സന്തോഷപ്രദമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു 5 പോയിന്റ്സ്, അതായത് ഒരു നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സമരീയക്കാരനായിരിക്കണം, യാതൊരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കണം, അതുപോലെ ട്രസ്റ്റ് വേർത്തി ആയിരിക്കണം, നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് നമ്മൾ അതിനു വേണ്ടി നെഗോസിയേഷൻസും കോംപ്രമൈസസും ഒന്നും പോകാതെ ഞാനായിരിക്കുന്ന അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഭയങ്കര ഓപ്പൺ ടു കോൺവെർസേഷൻ ആയിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ഫ്രണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊരു നല്ല സുഹൃത്തിൽ കാണുന്ന ചില ക്വാളിറ്റീസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം.